ശരി, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ള ഈ ഒരു ചോദ്യം. ഓക്കെ, ഒന്ന് ചെയ്ത് ഇതിന്റെ ആൻസർ. ഓക്കെ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ ശരിയാണോ? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജോഡിയുണ്ട്. അത് തെറ്റാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മനില, ഫിലിപ്പീൻസ് ആണ്. ഓക്കെ, നമുക്കപ്പം ഇതിന് ഞാൻ പറയാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ തന്നെയാണ് തെറ്റായ ജോഡി. അപ്പൊ എ ഓപ്ഷനാണ്. അപ്പൊ ബാക്കിയുള്ളതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, ഇതിൽ നാറ്റോയൊക്കെ എല്ലാവർക്കും അറിയാം. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണെന്ന് നമുക്ക് അറിയാം. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണെന്ന് അറിയാം. അതുപോലെ ഗ്രീൻ പീസിന്റെ ആസ്ഥാനം നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഗ്രീൻ പീസ് സംഘടനയുടെ ആസ്ഥാനം ആംസ്റ്റർഡാം. ഗ്രീൻ പീസ് സംഘടനയുടെ ആസ്ഥാനം ആംസ്റ്റർഡാം. നമുക്കത് സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഗ്രീൻ പീസ് സംഘടനയുടെ ആസ്ഥാനം ആംസ്റ്റർഡാം. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, ഈ ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺ. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടി പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമായിരുന്നു അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ അറിയായിരുന്നു ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺ ആണെന്ന്. ഇന്റർപോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. ലോക പോലീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്ട് ഇന്റർപോൾ ആണ്. ലോക പോലീസ് എന്നറിയപ്പെടുന്നത് ഇന്റർപോൾ ആണ്. അത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ ഏത് വിഭാഗമാണ് ഇന്റർപോളുമായി സംയോജിച്ച് പ്രവർത്തിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്, CBI ആണ്. മനസ്സിലായ? ഇന്ത്യയിൽ ഇന്റർപോളുമായി കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്, CBI ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും CBI കാരനെ അറിയോ? CBI എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരേ ഒരു CBI കാരനേ ഉള്ളൂ കേരളത്തില്. അത് ഏത് CBI കാരനാണ്? സേതുരാമയ്യർ CBI. ആ ഒരു സിനിമ ഇറങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തത്, അറിഞ്ഞത് അല്ലേ? ആ CBI സീരീസ് സിനിമ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അതുപോലും അറിയത്തില്ലായിരുന്നു. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അത് ഓർത്ത് വെച്ചോണം. നമുക്ക് കുറച്ച് അന്താരാഷ്ട്ര സംഘടനകൾ, നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് അന്താരാഷ്ട്ര സംഘടനകളുടെ ആസ്ഥാനം പഠിക്കാം. ജനീവ ആസ്ഥാനമായി വരുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് വെച്ച് പഠിപ്പിച്ചത് ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ജനീവ എന്തായിരുന്നു ആ ഒരു കോഡ്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ജനീവ ആസ്ഥാനമായി വരുന്ന അന്താരാഷ്ട്ര സംഘടനകള് നല്ല കാലാവസ്ഥയിൽ ആരോഗ്യമുള്ള മനുഷ്യനായി ജനിച്ച് തൊഴിലോ വ്യാപാരമോ ചെയ്ത് ജീവിച്ചാൽ അഭയാർത്ഥിയാകേണ്ടി വരില്ല. അതായിരുന്നു കോഡ്. അഭയാർത്ഥിയാകേണ്ടി വരില്ല എന്നതായിരുന്നു നമ്മുടെ കോഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നല്ല കാലാവസ്ഥയിൽ ആരോഗ്യമുള്ള മനുഷ്യനായി ജനിച്ച് തൊഴിലോ വ്യാപാരമോ ചെയ്ത് ജീവിച്ചാൽ അഭയാർത്ഥിയാകേണ്ടി വരില്ല എന്നതായിരുന്നു നമ്മുടെ കോഡ്. അതിന് നമ്മൾ ഈ സംഘടനകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 1 ലോക കാലാവസ്ഥാ സംഘടന, 2 ലോക ആരോഗ്യ സംഘടന, 3 മനുഷ്യാവകാശ കമ്മീഷൻ, UN മനുഷ്യാവകാശ കമ്മീഷൻ. ഈ ജനിച്ച് ജീവിച്ചു എന്നതിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? ജനീവ എടുക്കുന്നത് അല്ലെ? ജനിച്ച് ജീവിച്ചു എന്നതിൽ നിന്നാണ് നമ്മൾ ജനീവ എടുക്കുന്നത്. ഓക്കെ, തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ സംഘടന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, തൊഴിൽ സംഘടന. ഓക്കെ, 5ാമത്തത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടനയും ലോക വ്യാപാര വികസന ചർച്ചാ സമിതിയും. ലോക വ്യാപാര സംഘടനയും ലോക വ്യാപാര വികസന ചർച്ചാ സമിതിയും എവിടെയാണ് വരുന്നത്? ജനീവയാണ് വരുന്നത്. പിന്നെ UN അഭയാർത്ഥി കമ്മീഷൻ. ഈ 7 നമ്മൾ ഈ കോഡ് വെച്ച് പഠിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കോഡ് തന്നെയാണ്. നല്ല കാലാവസ്ഥയിൽ ആരോഗ്യമുള്ള മനുഷ്യനായി ജനിച്ച് തൊഴിലോ വ്യാപാരമോ ചെയ്ത് ജീവിച്ചാൽ അഭയാർത്ഥിയാകേണ്ടി വരില്ല എന്നതാണ് കോഡ്. ഓക്കെ, ലോക കാലാവസ്ഥാ സംഘടന, ലോക ആരോഗ്യ സംഘടന, ലോക ആരോഗ്യ സംഘടന, UN മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ ലോക തൊഴിൽ സംഘടന. ഓക്കെ, നിൽക്കാൻ പറ്റത്ര നിൽക്ക്, കണ്ടുവന്നില്ലെങ്കിൽ ലെഫ്റ്റ് ആയിക്കോ. ഇവിടെ 7:30 മുതൽ നിങ്ങൾക്ക്
7:30 മുതൽ 9 മണി വരെ നിങ്ങൾക്ക് പുതിയ പയ്യരെ 7:30 മുതൽ 9 മണി വരെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. ഐസാറിന്റെ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. പിള്ളേരെ, അപ്പം തൊഴിൽ സംഘടന, അതുപോലെ തന്നെ വ്യാപാരം എന്ന വാക്കിൽ 2 സംഘടനകളുണ്ട്. ലോക വ്യാപാര സംഘടനയും വ്യാപാര വികസന ചർച്ചാ സമിതിയും. അതുപോലെ 7ാമതായിട്ട് UN അഭയാർത്ഥി കമ്മീഷൻ. ഇതൊക്കെ ജനീവയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഘടനകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളാണ്. നമ്മുടെ UN-മായി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന 7 എണ്ണം. ഓക്കെ അല്ലടാ? ഇനി നമ്മൾ ചോദിക്കുകയാണ്, ഇനി ഇത് ഇത്ര 7 എണ്ണം നിങ്ങൾക്ക് സെറ്റ് ആയല്ലോ. ഈ 7 എണ്ണം നിങ്ങൾ പഠിച്ചല്ലോ, 7 എണ്ണം പഠിച്ചു. ചോദ്യം ഇതാണ്, UN-ന്റെ വ്യാപാരം എന്ന വാക്കില് 2 സംഘടനയുണ്ട്. ലോക വ്യാപാര സംഘടന, ഒന്ന് ലോക കോളൊക്കെ എടുത്തിട്ട് വാ. ഒന്ന് ലോക വ്യാപാര സംഘടന, 2 വ്യാപാര വികസന ചർച്ചാ സമിതി. ലോക വ്യാപാര വികസന ചർച്ചാ സമിതി. ഓക്കെ, ലോക വ്യാപാര സംഘടനയും വ്യാപാര വികസന ചർച്ചാ സമിതിയുമാണ് ഈ വ്യാപാരം എന്ന വാക്കിൽ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം, UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം ഏതാ പിള്ളേരെ? ആർക്ക് പറയാം? UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം ഏതാണ്? UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനമാണ് ജനീവ എന്ന് പറയുന്നത്. മനസ്സിലായ? UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനമാണ് ഏത്? ജനീവ. ഓക്കെ, UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം ഏതാണ് പിള്ളേരെ? ജനീവയാണ് UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം എന്ന് പറയുന്നത്. ജനീവയാണ്, മറക്കരുത്. എന്നാൽ UN-ന്റെ ആസ്ഥാനം എവിടെയാണ്? UN ആസ്ഥാനം എവിടെയാണ്? UN ആസ്ഥാനം എവിടെയാണ്? UN ആസ്ഥാനം എവിടെയാ? പറ. UN ആസ്ഥാനം എവിടാ? UN ആസ്ഥാനം എവിടാ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ? നിങ്ങൾ കമന്റ് ചെയ്യാത്തതാണോ പിള്ളേരെ? UN-ന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്ക് ആണ്. UN-ന്റെ ആസ്ഥാനം എവിടെയാണ് പിള്ളേരെ? ന്യൂയോർക്ക് ആണ് കേട്ടോ. ന്യൂയോർക്ക് ആണ് UN-ന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ന്യൂയോർക്കിലെ മാൻഹാട്ടൻ ആണ് കേട്ടോ. ന്യൂയോർക്കിലെ മാൻഹാട്ടൻ ആണ് എന്ത്? UN-ന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ ജനീവ പറയണം. UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജനീവ പറയണം. UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം ജനീവയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ യുണിസെഫിന്റെ ആസ്ഥാനം എവിടെയാണ്? യുണിസെഫിന്റെ ആസ്ഥാനം എവിടെയാണ്? യുണിസെഫിന്റെ ആസ്ഥാനവും ന്യൂയോർക്കാണ്. യുണിസെഫിന്റെ ആസ്ഥാനവും എവിടെയാണ് പിള്ളേരെ? യുണിസെഫിന്റെ ആസ്ഥാനവും ന്യൂയോർക്കിലാണ്. അതുപോലെ UN വിമണിന്റെ ആസ്ഥാനം എവിടെയാണ്? UN വിമണിന്റെ ആസ്ഥാനം എവിടെയാണ്? UN വിമണിന്റെ ആസ്ഥാനം എവിടെയാണ്? UN വിമണിന്റെ ആസ്ഥാനവും ന്യൂയോർക്കാണ് അല്ലെ? ന്യൂയോർക്കാണ്. UN വിമണിന്റെ ആസ്ഥാനവും എവിടെയാണ്ടാ? ന്യൂയോർക്കാണ്. ഓക്കെ, UN-ന്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. യുണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അതുപോലെ UN വിമണിന്റെ ആസ്ഥാനവും എവിടെയാണ്? ന്യൂയോർക്കാണ്. ഈ വിമൻസ് അല്ലേ എപ്പോഴും എനിക്ക് പുതിയ ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലേ? പറയാറില്ലേ? പുതിയ ഡ്രസ്, കല്യാണം, പാല് കാച്ച്, അടിയന്തരം, ഇതിനെല്ലാം പുതിയ ഡ്രസ്സ് വേണമെന്ന് നിങ്ങൾ ആരും പറയാറില്ല വളരെ? നിങ്ങളെല്ലാവരും പറയാത്ത ആൾക്കാരാണോ നിങ്ങൾ? ഓക്കെ, ഉണ്ട്. എനിക്കറിയാം. ഓക്കെ, ഒരു 2 വർഷം മുമ്പ് വരെ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. ബട്ട് നൗ ഐ നോ. ഓക്കെ, ക്ലിയർ ആണ്. ഇതൊന്നും ചെന്ന് പറഞ്ഞു കൊടുക്കരുത് കേട്ടാ. ക്ലിയർ ആണ് പിള്ളേരെ. ഓക്കെ, ഓർത്തിരിക്കുക. ശരി, അപ്പം UN വുമൺ ന്യൂയോർക്ക്, യുണിസെഫ് ന്യൂയോർക്ക്, UN-ന്റെ ആസ്ഥാനം ന്യൂയോർക്ക്, UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം ജനീവ. UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം ഏതാണ് പിള്ളേരെ? ജനീവ. ഓക്കെ, ഇനി അടുത്ത് IMF-ന്റെ ആസ്ഥാനം പറയടാ. IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. IMF-ന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ. IMF-ന്റെ ആസ്ഥാനമാണ് പിള്ളേരെ വാഷിംഗ്ടൺ DC. ഓക്കെ, IMF-ന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ആണ്. IMF-ന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ആകുമ്പോഴ് ലോക ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ലോക ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ തന്നെ. ഓക്കെ, IMF-ന്റെയും അതുപോലെ ലോക ബാങ്കിന്റെയും ആസ്ഥാനം എവിടെയാണ് പിള്ളേരെ? എവിടെയാണ്? IMF-ന്റെയും ലോക ബാങ്കിന്റെയും ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. ഓക്കെ, നമുക്ക് നമ്പർ ഇട്ടു പഠിക്കാൻ എളുപ്പമുണ്ട്. നമ്മൾ 8, 9,
10, 11, 12, 13. നമ്മൾ 13 പഠിച്ചു. ഓക്കെ. ബ്രിട്ടൻ വിട്ട് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് IMF-ഉം IBRD-യും അല്ലെങ്കിൽ ലോക ബാങ്കും അതുപോലെ തന്നെ ലോക ബാങ്കും IMF-ന്റെ മലയാളത്തിൽ നിങ്ങൾ എന്ത് പറയൂടാ? IMF-ന്റെ മലയാളം നിങ്ങൾ എന്ത് പേര് പറയും? IMF-ന്റെ മലയാളം നിങ്ങൾക്ക് മലയാളത്തിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെ നമുക്ക് മലയാളത്തിൽ എങ്ങനെ പറയാം? അന്താരാഷ്ട്ര നാണയനിധി എന്ന് പറയാം. അന്താരാഷ്ട്ര നാണയനിധി എന്ന് നമുക്ക് പറയാം. അന്താരാഷ്ട്ര നാണയനിധി എന്ന് നമുക്ക് പറയാം അല്ലേ? ഓക്കെ. അന്താരാഷ്ട്ര നാണയനിധിയാണ് കേട്ടോ. അന്താരാഷ്ട്ര നാണയനിധിയാണ്. ഓക്കെ. അപ്പം ഈ ലോക ബാങ്ക് ആയാലും ശരി തന്നെ, അന്താരാഷ്ട്ര നാണയനിധി ആയാലും ശരി തന്നെ സ്ഥിതി ചെയ്യുന്നത് വാഷിംഗ്ടൺ DC-യിലാണ് പിള്ളേരെ സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണ്? ഓക്കെ. എങ്കിൽ പറ, ആഗോള തപാൽ യൂണിയൻ എവിടെയാണ്? ആഗോള തപാൽ യൂണിയൻ എവിടെയാണ്? ആഗോള തപാൽ യൂണിയൻ എവിടെയാണ്? പിള്ളേരെ, ആഗോള തപാൽ യൂണിയൻ സ്ഥിതി ചെയ്യുന്നത് ബേണിലാണ്. ബേൺ എവിടെയെന്ന് അറിയോടാ? ബേൺ സ്വിറ്റ്സർലാൻഡിലാണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡിന്റെ തലസ്ഥാനമാണ് ബേൺ എന്ന് പറയുന്നത്. സ്വിറ്റ്സർലാൻഡിന്റെ തലസ്ഥാനമാണ് ബേൺ എന്ന് പറയുന്നത് കേട്ടോ. സ്വിറ്റ്സർലാൻഡിന്റെ തലസ്ഥാനമാണ് ബേൺ. ഓക്കെ. ആഗോള തപാൽ യൂണിയന്റെ ആസ്ഥാനം ബേണിലാണ്. ബേണ് അതും പഠിക്കാൻ എളുപ്പമാണ്. തപാൽ എന്ന് പറയുമ്പോ കത്തെന്ന് പറയുമ്പോ പ്രേമലേഖനം. ഓക്കെ. പണ്ടൊക്കെ നമുക്ക് വഴിയിലൊക്കെ വെച്ചിട്ട്, നമുക്കല്ല, നമ്മൾ കൊടുക്കും, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. പെൺകുട്ടികൾ, ആൺപിള്ളേർ കൊടുക്കും, പെൺകുട്ടികൾക്ക് കിട്ടും. അങ്ങനെയല്ലേ? നമ്മളത് വീട്ടിൽ കൊണ്ടുപോയി വായിച്ചിട്ട് നമ്മളത് ബേൺ ചെയ്ത് കളയത്തില്ലേ? കത്തിച്ച് കളയത്തില്ലടാ പിള്ളേരെ? ഇല്ലേ? അത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഓക്കെ. പയ്യന്മാരെ, നിങ്ങള് ഈ മറുപടി കൊടുക്കുവോ? ഓഹോ, മറുപടി കൊടുക്കാനൊക്കെ അറിയോ? അതൊക്കെ ഒരു കാലം. ഇനി ഇങ്ങനത്തെ കോഡിൽ ഒഴിവാക്കാൻ വേണം. ഭയങ്കര നൊസ്റ്റാൾജി ഇതൊക്കെ പറയുമ്പോ. ഓക്കെ പിള്ളേരെ, അപ്പൊ ആഗോള തപാൽ യൂണിയൻ ബേൺ ആണ് കേട്ടോ, ബേൺ. ഓക്കെ. അതുപോലെ തന്നെ ഫിഫയുടെ ആസ്ഥാനം പറഞ്ഞേ. ഫിഫയുടെ ആസ്ഥാനം ഫിഫ ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ. ഫിഫയുടെ ആസ്ഥാനം എവിടെയാണ്? ഫിഫയുടെ ആസ്ഥാനം എവിടെയാണ്? ഫിഫയുടെ ആസ്ഥാനം ആർക്ക് പറയാം? ഫിഫയുടെ ആസ്ഥാനവും സ്വിറ്റ്സർലാൻഡിലാണ്. പിള്ളേർ, ഫിഫയുടെ ആസ്ഥാനം സൂറിച്ച് ആണ് കേട്ടോ. സൂറിച്ച് സ്വിറ്റ്സർലാൻഡ് ആണ് ഫിഫയുടെ ആസ്ഥാനം. സൂറിച്ച് സ്വിറ്റ്സർലാൻഡ് ആണ്. പിള്ളേർ, നമ്മുടെ മക്കളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സഹോദരങ്ങളൊക്കെ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ നമ്മൾ പറയും, മക്കളെ സൂക്ഷിച്ച് കളിക്കണം, ഫുട്ബോൾ സൂക്ഷിച്ച് കളിക്കണം, ഇഞ്ചുറി വരും. നമ്മൾ പറയത്തില്ലേ? അപ്പൊ ഫിഫയുടെ ആസ്ഥാനം സൂറിച്ചാണ് അല്ലേ? ഫിഫയുടെ ആസ്ഥാനം സൂറിച്ചാണ്. ഓക്കെ. എങ്കിൽ പറ, 16-ാമതായി നിങ്ങൾ പറയേണ്ടത് ICC-യുടെ ആസ്ഥാനം, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം പറ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനമാണ് ദുബായ് ആണ് ICC-യുടെ ആസ്ഥാനം. ഓക്കെ. അത് പഠിക്കാൻ എളുപ്പം. നമ്മുടെ ഈ ക്രിക്കറ്റ് കളിക്കാരെയൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ പോണ സമയത്ത് നമ്മളിങ്ങനെ ബായ് ക്രിക്കറ്റ് കളിക്കാരൊക്കെ നമ്മൾ ബായ് കൊടുക്കുമല്ലേ? ബായ്. ഓക്കെ. അപ്പൊ ദുബായ് കേട്ടോ. ICC-യുടെ ആസ്ഥാനം എവിടെയാണ് പിള്ളേരെ? ദുബായ് ആണ്. ICC ആസ്ഥാനം ദുബായ് ആണ്. ഓക്കെ ആണല്ലോ? ശരി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, കോമൺവെൽത്തിന്റെ ആസ്ഥാനം പറ. കോമൺവെൽത്ത് 17-ാമതായി നമ്മൾ പറയുന്നു കോമൺവെൽത്തിന്റെ ആസ്ഥാനം ആർക്ക് പറയാം? കോമൺവെൽത്തിന്റെ ആസ്ഥാനം കോമൺവെൽത്ത് ബ്രിട്ടന്റെ കോളനികളായിരുന്ന രാജ്യങ്ങളെയും ചേർത്താണ് നമ്മളെ കോമൺവെൽത്ത് എന്ന് പറയുന്നത്. കോമൺവെൽത്തിന്റെ ആസ്ഥാനം ലണ്ടൻ ആണ്. കോമൺവെൽത്തിന്റെ ആസ്ഥാനം എവിടെയാണ് പിള്ളേരെ? ലണ്ടൻ ആണ് കോമൺവെൽത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത 18-ാമതായി ആംനസ്റ്റി ഇന്റർനാഷണൽ ആസ്ഥാനം എവിടെയാണ്? ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനവും എവിടെ തന്നെയാണ്? ലണ്ടൻ തന്നെയാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം. എവിടെയാണ് പിള്ളേരെ? ലണ്ടൻ തന്നെയാണ്. ഓക്കെ. അടുത്ത് അന്താരാഷ്ട്ര മാരിടൈം സംഘടന. അന്താരാഷ്ട്ര മാരിടൈം സംഘടന എവിടെയാണ്? അന്താരാഷ്ട്ര മാരിടൈം സംഘടനയും എവിടെ തന്നെയാണ് പിള്ളേരെ? ലണ്ടനിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാരിടൈം സംഘടന സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ.
ക്ലിയർ ആണല്ലോ. അപ്പൊ ലണ്ടൻ പറഞ്ഞത് മറക്കണ്ട. ലണ്ടൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കോമൺവെൽത്തിന്റെ ആസ്ഥാനം ലണ്ടൻ പറഞ്ഞു. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടൻ പറഞ്ഞു. ആംനസ്റ്റി ഇന്റർനാഷണൽ ആസ്ഥാനം ലണ്ടൻ പറഞ്ഞു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷന്റെ ആസ്ഥാനവും എവിടെയാണ്ട? അതും ലണ്ടൻ ആണ്. എവിടെയാണ് പിള്ളേരെ? ലണ്ടൻ ആണ്. ഓക്കെ. അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറ. അന്താരാഷ്ട്ര നീതിന്യായ കോടതി 20ാമതായിട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഹേഗ് ആണ്. ഹേഗ് എവിടെയാണ്? ഹേഗ് നെതർലാൻഡിലാണ് അല്ലേ? ഹേഗ് നെതർലാൻഡിലാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥിതി ചെയ്യുന്നത് ഹേഗ്, നെതർലാൻഡ്. ഇതിൽ തന്നെ വേറൊരു ചോദ്യമുണ്ട്. യുഎന്നിന്റെ 6 ഘടകങ്ങളിൽ അമേരിക്കയ്ക്ക് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുന്നത്. യുഎന്നിന്റെ 6 പ്രധാന ഘടകങ്ങളിൽ അമേരിക്കയ്ക്ക് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പിള്ളേരെ? ഹേഗിലാണ്. ഹേഗ്. ഓക്കെ, മനസ്സിലായ? ശരി. അപ്പൊ നമുക്ക് 20 ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാൻ ശ്രദ്ധിച്ചു കേട്ടോണേ. ലോക കാലാവസ്ഥാ സംഘടന ജനീവ, ലോക ആരോഗ്യ സംഘടന ജനീവ, UN മനുഷ്യാവകാശ കമ്മീഷൻ ജനീവ, ലോക തൊഴിൽ സംഘടന ജനീവ, ലോക വ്യാപാര സംഘടന ജനീവ, ലോക വ്യാപാര വികസന ചർച്ചാ സമിതി ജനീവ. ഓക്കെ, UN അഭയാർത്ഥി കമ്മീഷൻ ജനീവ. അടുത്ത യുഎന്നിന്റെ യൂറോപ്പിലെ ആസ്ഥാനം ജനീവ. അതുപോലെ യുഎന്നിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്, യുണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്, UN വിമണിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC, ലോക ബാങ്ക് വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC, ആഗോള തപാൽ യൂണിയൻ ബേൺ സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഇവിടെ 14, 15 എവിടെ പോയോ എന്തോ 15 അതാണ് ഫിഫയുടെ ആസ്ഥാനം സൂറിച്ച് സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം ദുബായ്. ഓക്കെ, കോമൺവെൽത്തിന്റെ ആസ്ഥാനം ലണ്ടൻ, ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടൻ, അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷന്റെ ആസ്ഥാനവും ലണ്ടൻ. 20ാമതായി നമ്മൾ പറഞ്ഞത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഹേഗ്, നെതർലാൻഡ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഹേഗ്, നെതർലാൻഡ് ആണ്. യുഎന്നിന്റെ അമേരിക്കയ്ക്ക് വെളിയിലുള്ള പ്രധാന ഘടകം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന UN ഘടകമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വെളിയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ വളരെ. ഓക്കെ, എങ്കിൽ പറ ഒപ്പക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഒപ്പക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഒപ്പക്കിന്റെ ആസ്ഥാനം എവിടെയാണ്ടാ? ഒപ്പക്കിന്റെ ആസ്ഥാനം 21ാമതായി നമ്മൾ പഠിക്കുന്നു. ഒപ്പക്കിന്റെ ആസ്ഥാനം വിയന്ന. ഓക്കെ, ഒപ്പക്കിന്റെ ആസ്ഥാനം വിയന്ന. ഒപ്പക്കിന്റെ ആസ്ഥാനം എവിടെയാണ് പിള്ളേരെ? വിയന്ന. ഓക്കെ, ഒരു സെക്കൻഡ് പിള്ളേരെ. അപ്പൊ ഒപ്പക്കിന്റെ ആസ്ഥാനം വിയന്നയാണ്. ഓക്കെ, അടുത്ത 22ാമതായിട്ട് UNEP. എന്താ? UNEP എന്താണ്? UNEP ആർക്ക് പറയാം? UNEPയുടെ പൂർണ്ണരൂപം. UNEPയുടെ പൂർണ്ണരൂപം ആർക്ക് പറയാം? എടാ, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം എന്നാണ് UNEPയുടെ പൂർണ്ണരൂപം. ഓക്കെ, അതായത് ഐക്യരാഷ്ട്ര സഭ പരിസ്ഥിതി പരിപാടി. ഓക്കെ, UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പിള്ളേരെ? നെയ്റോബി, കെനിയ. ഓക്കെ, UNEPയുടെ ആസ്ഥാനം നെയ്റോബി, കെനിയ. ഒപ്പക്കിന്റെ ആസ്ഥാനം വിയന്ന. ഒപ്പക്ക് എന്താണെന്ന് അറിയോടാ? ഒപ്പക്ക് എന്താ? ഒപ്പക്കിന്റെ പൂർണ്ണരൂപം എന്താണ്? ഒപ്പക്കിന്റെ പൂർണ്ണരൂപം എന്താ പിള്ളേരെ? O എന്താണ്? എന്ന് വെച്ചാൽ എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. എന്നാണ് ഒപ്പക്കിന്റെ പൂർണ്ണരൂപം. ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ട് കൺട്രീസ് എന്നാണ് ഒപ്പക്കിന്റെ പൂർണ്ണരൂപം.
ഓക്കെ, അപ്പൊ എണ്ണ, പെട്രോൾ എന്ന് പറഞ്ഞാൽ എണ്ണ, വിയന്ന. മനസ്സിലായ? ഒപ്പക്കിന്റെ പൂർണ്ണരൂപം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഒപ്പക് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നാണ് ഒപ്പക്കിന്റെ പൂർണ്ണരൂപം. അപ്പൊ പെട്രോൾ എന്ന് വെച്ചാൽ എണ്ണ, വിയന്ന ഓസ്ട്രിയ. ക്ലിയർ ആണല്ലോ. അടുത്ത UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം, നെയ്റോബി കെനിയ. ഓക്കെ, അടുത്ത് 23 FAO എന്താണ്? FAO എന്താണ്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. നമ്മൾ അതിനെ പറയും ഭക്ഷ്യ കാർഷിക സംഘടന. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഭക്ഷ്യ കാർഷിക സംഘടനയാണ് FAO എന്ന് പറയുന്നത്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു പിള്ളേരെ? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ റോം ഇറ്റലി. ഇറ്റലിയിലെ റോമിലാണ് ഭക്ഷ്യ കാർഷിക സംഘടന സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇറ്റലിയിലെ റോമിലാണ്. നിങ്ങൾ ഇഡ്ഡലി റോം എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെച്ചിരിക്കാം, അത് കിട്ടും. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം, ഭക്ഷ്യ കാർഷിക സംഘടന ആസ്ഥാനം ഇറ്റലിയിലെ റോം എന്നൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇഡ്ഡലി നിങ്ങൾ എല്ലായിടത്തും പറയുന്നേ. ദോശ അല്ലാതെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ദോശയുടെ മാവ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന വേറൊരു പലഹാരത്തിന് നിങ്ങൾ ഇഡ്ഡലി തന്നെ എല്ലായിടത്തും പറയുന്നേ. വേറെ എന്തെങ്കിലും പേരുണ്ടോ? ഇഡ്ഡലിക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടോ നിങ്ങളുടെ നാട്ടില്? ഇല്ല. ഓക്കെ, നല്ല കാര്യം. സുഗിയൻ എന്താണെന്ന് അറിയാമോ? സുഗിയൻ എന്താണെന്നറിയോ? സുഗിയൻ എന്താ? ഞങ്ങളുടെ മോദകമാണ് നിങ്ങളുടെ സുഗിയൻ. ഓക്കെ, ഞങ്ങൾ അതിന് വെള്ളപ്പയർ. അത് വെള്ളപ്പയർ. പരിപ്പോട വേറെ. പരിപ്പോട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പരിപ്പിട്ട് ചപ്പിച്ചുണ്ടാക്കുന്നത് പരിപ്പോട. ഓക്കെ, ഉഴുന്ന് മാവ് എടുത്തിട്ടിട്ട് മറ്റേ ഓട്ടയുള്ളതിന് നമ്മളിവിടെ ഉഴുന്നുവട എന്ന് പറയും. പയറ് ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ സുഗിയൻ എന്ന് വെച്ചാൽ മറ്റേ ഇത് മോദകം. ഓക്കെ, ശരി. ഞങ്ങളെ വാഴയ്ക്കപ്പം നിങ്ങൾക്ക് പഴംപൊരിയാണ്. തിരുവനന്തപുരത്തുകാർ വാഴയ്ക്കപ്പം എന്ന് പറയും, നിങ്ങൾ സ്റ്റാൻഡേർഡ് കൂടിയ ആൾക്കാർ പഴംപൊരി എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അത് എത്ര മതി. ഉള്ളിവട എന്തെന്നാ പറയുന്നത് നിങ്ങൾ? ഉള്ളിവട തന്നെ പറയുന്നത്. വാഴയ്ക്ക ബജി വേറെയാണ്. ബജി വേറെ, വട വേറെ. ഒന്നും പരീക്ഷയിൽ ചോദിക്കൂല, നമുക്ക് പരീക്ഷ ചോദിക്കുന്നതെല്ലാം പഠിക്കാം. ഓക്കെ, പിള്ളേരെ പറ. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ആർക്ക് പറയാം? ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം പറഞ്ഞേ. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനമാണ് ആഡിസ് അബാബയാണ് ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം. എത്യോപ്യയിലാണ് ആഡിസ് അബാബ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ആഡിസ് അബാബയാണ്. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ആഡിസ് അബാബ. ഓക്കെ ആണല്ലോ, ശരി. ഇനി ആസിയാന്റെ ആസ്ഥാനം പറഞ്ഞേ. ആസിയാന്റെ ആസ്ഥാനം എവിടെയാണ്ടാ? ആസിയാന്റെ ആസ്ഥാനം ജക്കാർത്ത. ആസ്ഥാനം എവിടെയാണ് പിള്ളേരെ? ജക്കാർത്ത ഇന്തോനേഷ്യ. ആസിയാന്റെ ആസ്ഥാനം ജക്കാർത്ത, ഇന്തോനേഷ്യ. ഓക്കെ, സാർക്കിന്റെ ആസ്ഥാനം. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു ആണ്. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു, നേപ്പാളാണ്. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു, നേപ്പാളാണ് സാർക്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് നമ്മള് ബ്രിക്സിന്റെ ആസ്ഥാനം പറഞ്ഞേ. ബ്രിക്സിന്റെ ആസ്ഥാനം പറഞ്ഞേ. ബ്രിക്സിന്റെ ആസ്ഥാനം പിള്ളേരെ, ബ്രിക്സിന്റെ ആസ്ഥാനം
നിങ്ങൾ കമന്റ് ചെയ്യാത്തതാണ് ഈ കമന്റ് കാണാൻ പറ്റുന്നത്. ഈ കമന്റ് കാണാൻ പറ്റുന്നില്ലല്ലേ നിങ്ങൾ? ഒരു സെക്കൻഡ് എനിക്ക് എന്തോ ഫോണിൽ ഇതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ കാണാം. ഓക്കെ, കമന്റ് ഉണ്ട് ഇവിടെ. പിള്ളേരെ ബ്രിക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ബ്രിക്സിന്റെ ആസ്ഥാനം ഷാങ്ഹായ് ആണ് കേട്ടാ. ഷാങ്ഹായ് എവിടെയാണ്? ഷാങ്ഹായ് എവിടെയാണ് പിള്ളേരെ? ഷാങ്ഹായ് ചൈനയിലാണ് കേട്ടോ. ഷാങ്ഹായ് എവിടെയാണ്? ചൈനയിലാണ്. ഇപ്പൊ ബ്രിക്സ് എന്ന് ചോദിച്ചാലോ, ബ്രിക്സ് ബാങ്ക് എന്ന് ചോദിച്ചാലോ, ബ്രിക്സ് ബാങ്ക് എന്ന് ചോദിച്ചാലോ ആസ്ഥാനം എവിടെയാണ്? ഷാങ്ഹായിലാണ് കേട്ടോ. ബ്രിക്സ് എന്ന് ചോദിച്ചാലോ, ബ്രിക്സ് ബാങ്ക് എന്ന് ചോദിച്ചാലോ ആസ്ഥാനം എവിടെയാണ്? ഷാങ്ഹായിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട 27 ആസ്ഥാനങ്ങൾ, പിന്നെ ഒന്നും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചോണം, ബിംസ്റ്റെക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ബിംസ്റ്റെക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ബിംസ്റ്റെക്കിന്റെ ആസ്ഥാനം ധാക്കയിലാണ് കേട്ടോ. ധാക്ക ബംഗ്ലാദേശ്. ഓക്കെ, ബിംസ്റ്റെക്കിന്റെ ആസ്ഥാനം ധാക്ക ബംഗ്ലാദേശിലാണ് ബിംസ്റ്റെക്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പിള്ളേരെ? അത് ബീജിംഗിലാണ് അല്ലേ പിള്ളേരെ? ബീജിംഗിലാണ് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് പിള്ളേരെ? ബീജിംഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ പിള്ളേരെ ഇവിടെ ബിംസ്റ്റെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മുടെ ബേ ഓഫ് ബംഗാൾ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബംഗാൾ ഉൾക്കടലുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്നാണ്. അതായത് ഈ പറയുന്ന നമ്മളെ ഇതുമായി അതിർത്തി പങ്കിടുന്ന ബേ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ബിംസ്റ്റെക് എന്ന് പറയുന്നത്. മനസ്സിലായ? ബേ ഓഫ് ബംഗാളിൽ അതിർത്തി വരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഓക്കെ, ക്ലിയർ ആണ്? അതാണ് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്നാണ് ഈ പറയുന്ന ബിംസ്റ്റെക്കിന്റെ ആസ്ഥാനം. ഓക്കെ, ഇതിന്റെ ആസ്ഥാനം ബിംസ്റ്റെക്കിന്റെ പൂർണ്ണരൂപം. ബിംസ്റ്റെക്കിന്റെ ആസ്ഥാനം വരുന്നത് ധാക്കയിലാണ്. എവിടെയാണ് പിള്ളേരെ? ധാക്കയിലാണ് കേട്ടോ. ധാക്കയിലാണ്. ഓക്കെ, മനസ്സിലായോ? ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ എന്നാണ് ബിംസ്റ്റെക്കിന്റെ പൂർണ്ണരൂപം. ആസ്ഥാനം വരുന്നത് എവിടെയാണ്? ബിംസ്റ്റെക്കിന്റെ ആസ്ഥാനം വരുന്നത് ധാക്കയിലാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പം ഈ പഠിച്ച 29 ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. ഇതിനി ഓർത്ത് വെച്ചോണം നിങ്ങൾ. 29 മാത്രമല്ല, നമ്മൾ ഇതിലുള്ള കാര്യങ്ങൾ നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 30-ൽ കൂടുതൽ ആസ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നന്നായിട്ട് റിവിഷൻ ചെയ്ത് വെക്കുക. ഒരിക്കൽ പഠിക്കുന്ന കാര്യം വീണ്ടും റിവിഷൻ ചെയ്താൽ പിന്നെ നമ്മൾ വീണ്ടും കഷ്ടപ്പെട്ടൊന്നും പഠിക്കേണ്ടി വരില്ല. റിവിഷൻ ചെയ്തെടുത്താൽ മതി. ഓക്കെ, നമ്മൾ ഇവിടെ തുടങ്ങി. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മനില ഫിലിപ്പീൻസ്, നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോൾ ലിയോൺ നമ്മൾ 4 എണ്ണം ഇവിടെ പഠിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി കാലാവസ്ഥാ സംഘടന ജനീവ, ആരോഗ്യ സംഘടന ജനീവ, മനുഷ്യാവകാശ കമ്മീഷൻ UN മനുഷ്യാവകാശ കമ്മീഷൻ ജനീവ, തൊഴിൽ സംഘടന ജനീവ, വ്യാപാര സംഘടന ജനീവ, വ്യാപാര വികസന ചർച്ചാ സമിതി ജനീവ, UN അഭയാർത്ഥി കമ്മീഷൻ ജനീവ, UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം ജനീവ, UN-ന്റെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹാട്ടൻ ആണ്. അതുപോലെ യൂണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്, UN വിമണിന്റെ ആസ്ഥാനവും ന്യൂയോർക്ക്. ഓക്കെ, IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC, ലോക ബാങ്ക് ആസ്ഥാനം വാഷിംഗ്ടൺ DC, ആഗോള തപാൽ യൂണിയൻ ബേൺ സ്വിറ്റ്സർലാൻഡ്, അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ ലണ്ടൻ, കോമൺവെൽത്തിന്റെ ആസ്ഥാനം ലണ്ടൻ, ആംനസ്റ്റി ഇന്റർനാഷണൽ ലണ്ടൻ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഹേഗ് നെതർലാൻഡ്സ്, ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ദുബായ്, ഫിഫ ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ സൂറിച്ച് സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, ഒപെക്
ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഒപ്പക്കിന്റെ ആസ്ഥാനം വിയന്ന. UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP നെയ്റോബി കെനിയ. FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഭക്ഷ്യ കാർഷിക സംഘടന റോം ഇറ്റലി. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ആഡിസ് അബാബ എത്തോപ്യ. ആസിയാന്റെ ആസ്ഥാനം ജക്കാർത്ത ഇന്തോനേഷ്യ. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു നേപ്പാൾ. ബ്രിക്സിന്റെ ആസ്ഥാനം ഷാങ്ഹായ് ചൈന. ബ്രിക്സ് ബാങ്കിന്റെ ആസ്ഥാനം ഷാങ്ഹായ് ചൈന. ബിംസ്റ്റെക്കിന്റെ ആസ്ഥാനം ധാക്ക. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ബീജിംഗ്. ഓക്കെ, 29+4 33 ആസ്ഥാനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 33 ആസ്ഥാനങ്ങൾ. ഓക്കെ, നന്നായി പഠിച്ചിരിക്കുക ഇത്. ഓക്കെ അല്ലേ? സെറ്റല്ലടാ? ക്ലിയർ ആണ്? ഓക്കെ, 33 അന്താരാഷ്ട്ര സംഘടനകളുടെ ആസ്ഥാനമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി ഹോർമോൺസിന്റെ ബാക്കി എന്തൊക്കെ നോക്കാൻ.